ഹരി സാർ. ഇവന്റെ പേരാണ് ഹരി. കണ്ടാൽ ഇവനെ പോലെ നല്ലൊരുത്തൻ വേറൊരിടത്തും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവനെ പോലെ ഒരു പെണ്ണുപിടിയൻ ഈ ലോകത്ത് വേറൊരിടത്തും കാണില്ല. ഒരു പേപ്പറിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടാലും മതി. ആ ഫോട്ടോയെ പോലെ ഇവൻ വെറുതെ വിടുന്ന കൂട്ടത്തിലല്ല. ഞാനുള്ളതുകൊണ്ടാണ് ഈ കമ്പനി മര്യാദയ്ക്ക് നടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ ഇത് ബോസ് പൂട്ടിയിട്ട് നാട് വിട്ടേനെ. അതെ, ഞാനുള്ളതുകൊണ്ട് തന്നെയാണ് പോകുന്നത്. വേണമെങ്കിൽ നീ പറ, നിനക്ക് ഈ കമ്പനി നല്ലൊരു ജോലി ഞാൻ റെഡിയാക്കി തരാം. വിക്കി സാർ, ഇവൻ തള്ളി മറിക്കുന്ന മറി കണ്ടില്ലേ? എല്ലാവരും മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുമ്പോൾ ഇവൻ നാവ് കൊണ്ടാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ കൊറോണ വരെ കൺട്രോൾ ചെയ്തത് ഇവനാണെന്ന് പറയുമല്ലോ. ഇവന്റെ പേരറിയോ? വിക്കി. ഓഫീസ് കഴിഞ്ഞത് സാർ നിങ്ങൾ 3 പേര് ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. പുതിയ പ്രോജക്റ്റ് കുറിച്ച് സാർ ഡിസ്കസ് ചെയ്യണം അത്രേ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. ഇതെന്താടാ? എനിക്കറിയില്ല. ഇങ്ങനെന്താ ചെയ്യുന്നേ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ഞാൻ ന്യൂ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അതല്ലേ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ പ്രോജക്റ്റിനെ കുറിച്ചല്ല. പിന്നെന്തിനാ സാർ? പിന്നെ എന്താ സാറേ? എന്റെ പെർഫെക്ഷൻ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ. പെർഫെക്ഷനോ? പെർഫെക്ഷൻ എന്താ? അതെന്താ സാർ? ആക്ച്വലി ഇന്നലെയാണ് എൻ്റെ മാരേജ് ഫിക്സ് ആയത്. കൺഗ്രാറ്റ്സ് സാർ. താങ്ക് യു. പക്ഷേ എൻ്റെ മാരേജ് ഫിക്സ് ആയതിനു ശേഷം എനിക്ക് ഒരുപാട് ഡൗട്ട്സ് വന്നു തുടങ്ങി. പ്രോബ്ലംസോ? സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് 35 വയസ്സായാൽ പോലും കല്യാണം നടക്കില്ല. ഒരുപക്ഷെ അങ്ങനെ കല്യാണം നടന്നാലും കുട്ടികളുണ്ടാവില്ല. സോ ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും കാലം ഞാൻ സോഫ്റ്റ്വെയർ ജോബ് ചെയ്ത് എൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ച് ഞാൻ മറന്നുപോയി. എന്തോന്നടാ? സാറിന്റെ ഹാർഡ്വെയറിന്റെ കഥ തീർന്നെന്ന്. സോറി സാർ. ഇപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ ഡൗട്ട് എൻ്റെ സിസ്റ്റം വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതാണ് എൻ്റെ ഡൗട്ട്. എൻ്റെ ഈ ഡൗട്ട്സൊക്കെ നിങ്ങൾ വേണം സോൾവ് ചെയ്ത് തരാൻ. സോൾവ് ചെയ്യാനോ? ഐ മീൻ എൻ്റെ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ നിങ്ങൾ 3 പേര് വേണം തരാൻ. പ്രോബ്ലംസ് ആണോ? ഓ, അതായിരുന്നു സാർ. സാറിന്റെ പ്രോബ്ലംസും ഡൗട്ട്സും എങ്ങനെ തീർത്തു തരാമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം സാർ. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സാറിന് എന്താണ് ആവശ്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയല്ല ഞങ്ങൾ ഏറ്റു. എൻ്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ പാർട്ടി. ശരി സാർ. നിങ്ങൾ എൻ്റെ പെർഫെക്ഷൻ പ്രോജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പാർട്ടിയിൽ ഫോക്കസ് ചെയ്യാം. സോ ഞാൻ ഫ്രഷ് അപ്പ് ആയിട്ട് വരുന്നതിനുള്ളിൽ എന്റെ പെർഫെക്ഷൻ പ്രോജക്റ്റ് നിങ്ങൾ റെഡിയാക്കൂലേ? സാർ ധൈര്യമായിട്ട് പോയി റെഡി ആയിക്കോളൂ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഡോണ്ട് വറി, ബി ഹാപ്പി. സാറിന്റെ പണി സാർ നോക്ക്, ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, എൻജോയ് സാർ. സാർ വരുന്നല്ലോ. അമ്മോ, ഇന്ന് രാത്രി പാർട്ടി. ഞാനിന്ന് തകർക്കും. എനിക്കിപ്പോ തന്നെ കൊതിയാവുന്നു. എടാ, സാറിനോട് എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാൻ പോവാ? ഓൺലൈനിൽ നല്ലൊരു പെണ്ണിനെ ബുക്ക് ചെയ്തേ സാറിന്റെ പ്രോബ്ലംസും ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. അമ്മോ, ഓൺലൈനിൽ ഫിഗറിനെ ബുക്ക് ചെയ്ത് ഇന്ന് ഞാനൊരു കളി കളിക്കും. എനിക്കിപ്പോ തന്നെ ഇരിക്കപ്പുറത്തില്ല. നീ ഇവിടെ കണ്ടോ? ഓൺലൈനിൽ തപ്പിയിട്ട് ഒരു പെണ്ണിനെ പോലും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും ആപ്പ് അറിയാമോ? ഒരാള് പോലും ഇല്ലേ? ടിൻഡോഗ്രാം. എടാ, അത് ചാറ്റിംഗ് ആപ്പാണെടാ. അത് ചാറ്റിംഗ് ആപ്പിൽ നിന്ന് ഡേറ്റിംഗ് ആപ്പായിട്ട് മാറിയിട്ട് കുറെ ദിവസമായിടാ. നീ അതിലും തെരഞ്ഞോക്ക്, വേഗം നോക്ക്. ഞാൻ വിചാരിച്ചു വരുന്നല്ലോ, നീ ഭയങ്കര അപ്ഡേറ്റ് ആണല്ലോ. ഇതൊക്കെ സിമ്പിൾ മാറ്റർ അല്ലേ അളിയാ? എന്റെ പൊന്നു നട്ടാശാ, ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ബുക്ക് ചെയ്യേ. ഇതെന്തോടാ? ഇതില് 1 ഷോട്ട് 2 ഷോട്ട് ഫുൾ നൈറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബോസിന് ഒരു ഷോട്ടല്ലടാ, ബുക്ക് ചെയ്യേ. അളിയാ, എനിക്കൊരു ഷോട്ടറാ പ്ലീസ്. പ്ലീസ് അളിയാ. ശരി, 2 ഷോട്ട്സ്.
സാർ എനിക്കൊന്ന് സാർ. ഇവന് ശരി, ഫുൾ നൈറ്റ് ബുക്ക് ചെയ്തേക്കാം. ചെയ്യേ. ഫുൾ നൈറ്റ് ഇന്ന് രാത്രി ഞാൻ പൊളിച്ചടക്കും. ദാ, നാട്ടാശാ ദാ, പെണ്ണിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. അവള് വരുന്നതിന് മുമ്പ് നിങ്ങൾ പോയിട്ടെ ഫ്രഷ് ആവേ, കഴുകിയിട്ട് വരാൻ. എന്ത് കഴിയുന്നത്? ഇവിടെ കൈ കഴുകാൻ. ഓ ഹാൻഡ്സ് ആണോ? വെള്ളം അടിക്കുമ്പോ കൈ വൃത്തിയായിട്ടിരിക്കണ്ടേ? ഓ അത് ശരിയാടാ. ഹാൻഡ്സ് ആയിരുന്നു. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി. നീയൊക്കെ വിചാരിക്കും, പോയി കഴുകിയിട്ട് വരാ. എന്റെ മോളെ ഇന്ന് രാത്രി ആ ഫിഗർ ഇനിയും 1 മണിക്കൂറിൽ വരുന്നത്ര. ഞാൻ വേഗം പോയി ഫേസ് വാഷ് ചെയ്യട്ടെ. ഇവനിത് എന്ത് ചെയ്യാ? കോൾ ചെയ്തോക്ക. ഹലോ എടാ, ഇന്ന് എന്റെ ഓഫീസിലുള്ളവർ ഒരു ഫിഗറിനെ ബുക്ക് ചെയ്തിരിക്കുക. അങ്ങനെയാണോ? ഞാൻ എനിക്കും വേണമെന്ന് പറഞ്ഞു. ആ ഇന്ന് നൈറ്റ് ഫുൾ എൻജോയ് ആണ് മോനെ. ശരി ശരി, നീ സന്തോഷായിട്ട് ബാത്റൂം പോയിട്ട് വന്ന് കിടന്നോ. ശരിടാ. ശരി ശരി, ഫിഗർ ഇതാ ഇപ്പൊ വരും. ഞാൻ ഫോൺ വെക്കാനേ. ബൈ ബൈ. ഹലോ. ഹലോ, ഓഫീസിൽ ജോലി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എന്ത് ചെയ്യാ? അത് മാരേജ് ഫിക്സ് ആയതല്ലേ, അതുകൊണ്ട് കൊലീഗ്സും ഓഫീസിലെല്ലാവരും പാർട്ടി ചോദിക്കുന്നു. അതുകൊണ്ട് ഇന്നൊരു പാർട്ടിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ശരി. നീ ഡ്രിങ്ക്സ് കഴിക്കോ? ഇല്ല, എനിക്ക് ആ ശീലമില്ല. ശരി, ഓക്കെ. ശ്രദ്ധിച്ചു മാഷേ. ഓക്കെ. ഞാൻ വെക്കട്ടെ. ശരി. ആഹാ, സംഭവം സെറ്റാണല്ലോ. ഒന്ന് അടങ്ങടാ, എന്തിനാ ആക്രാന്തം കാണിക്കുന്നത്? അവള് വന്നു കഴിയുമ്പോ എല്ലാരും ഒരുമിച്ച് കഴിക്കാന്നല്ലേ പറഞ്ഞത്? എടാ, അവളും വെള്ളടിക്കോ? പെണ്ണുങ്ങളെന്ന് വെള്ളമടിക്കില്ലേ? അതും ഇപ്പോഴുള്ള പെണ്ണുങ്ങളൊക്കെ നമ്മളെക്കാളും ഫിറ്റ് ആവുന്ന കേസാ. ഈ കാലത്തിലെ 90% പെണ്ണുങ്ങളും കുടിക്കുന്നവർ തന്നെ. കുടിക്കാത്തവര് കുറവാ. അവിടെ ഇവിടേക്കായിട്ട് കുറച്ചുപേര് കാണുമായിരിക്കും കുടിക്കാത്തവരായിട്ട്, അത്രേ ഉള്ളൂ. ആ, ആദ്യം നീ അത് മനസ്സിലാക്കടാ. ഇല്ലടാ, എനിക്കറിയില്ലടാ ബ്രോ. എടാടാ, സാറ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. സാറ് വന്നു കഴിഞ്ഞ് എല്ലാവരും അടിക്കാൻ തുടങ്ങിയാൽ മതി. ആ അതെ അതെ, ബോസിന് വേണ്ടിയല്ലേ. പാർട്ടിയും ബോസല്ലേ തരുന്നേ. കുറച്ചേരം വെയിറ്റ് ചെയ്യണം മൊത്തേ, ബോസ് വരട്ടെ. നിന്നെ കാണുമ്പോ തന്നെ എന്റെ തലക്ക് കയറുന്നു. എടാ, അവള് വരുന്നുണ്ടോ? ആ, ഇപ്പൊ വീടാ. സാറേ ഇരിക്കൂ. റെഡിയായോ? സാറേ,
മണവാളം ഫസ്റ്റ് നൈറ്റിന് റെഡി ആവുന്ന പോലെയാണല്ലോ റെഡി ആയിരിക്കുന്നേ. അപ്പൊ ഇന്ന് രാത്രി സാറ് തകർക്കുമല്ലോ. എൻജോയ് ചെയ്യട്ടടാ സാറേ. ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് സാർ ഞാൻ നോക്കിക്കോളത് പറഞ്ഞല്ലേ, സാർ അതിന് ടെൻഷൻ ആവുന്നേ. സാർ ഒരു 90 അടിക്കേ, അതകത്ത് ചെന്ന് കഴിഞ്ഞാലേ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. അതൊക്കെ സെറ്റ് ആക്കാൻ സാറേ. ഞാൻ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാറില്ല. സാർ അമ്മ ടീ ടോട്ടൽ. ഇതെന്താ സാറേ കൊച്ചു കുട്ടികളെ പോലെ നിങ്ങൾ ഒറ്റ പെഗ് അടിച്ചാ മതി, സംഭവം പിന്നെ സെറ്റ് ആവും. സാർ ഒരു 90 മാത്രം അടിക്കേ, അത് കഴിഞ്ഞ് പിന്നെ പെണ്ണെന്ന കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. ഇല്ലെങ്കിൽ സാറിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇല്ല പറയുന്ന കേക്ക് വേണ്ടെന്നേ. സാർ വരുന്ന പെണ്ണ് അല്പം കുടിക്കുന്നവളാ, അവളോടൊപ്പം സാർ ഒരു 90 മാത്രം അടിച്ചാ മതി. ആ പെണ്ണും വെള്ളടിക്കോ? ആ അടിക്കും സാറേ. കുട്ടിക്ക് സാറേ. സാർ ഈ ഒരു പെഗ് അങ്ങോട്ട് അടിക്കേ, പിന്നെ രാത്രി മുഴുവൻ അടിപൊളിയായിരിക്കും. ഇത് സാറിനോട് കൊടുക്കുക. കഴിക്കും സാറേ. ഒരെണ്ണം കുടിച്ചേ. അങ്ങനെ ഇത് പതുക്കെ കുടിക്ക് സാറേ. ഇനി സാറ് നമ്മുടെ റൂട്ടിൽ വരും. ഇനി ഒരു ഒറ്റ പെഗ് മതി. അങ്ങോട്ട് കുടിക്കുന്നേ. കുടിക്ക് സാറേ. കുടിച്ചിട്ട് നിങ്ങൾ അകത്ത് പോയാലുണ്ടല്ലോ. സാർ ഇപ്പൊ ആ പെണ്ണ് വരും, ഒരു 90 അടിച്ച് സാർ ആ റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞാലേ ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും. പേടിച്ചാ കേട്ടില്ല സാറേ. റേസിലോടുന്ന കുതിരയെ പോലെ കലക്കി എടുത്തോണം കേട്ടാ സാറേ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് സാറേ. കമോൺ സാർ. സാർ സാർ റൂമിൽ പോയിട്ട് ടെൻഷൻ ആവാതെ ഫ്രീ ആയിട്ടിരിക്കേ. ആ പെണ്ണ് വന്നു കഴിയുമ്പോ ഞാൻ പറഞ്ഞു വിടാം. ശരി, ഞാൻ ചെന്ന് ഫ്ലാറ്റിൽ വെയിറ്റ് ചെയ്യാം. ആ പെണ്ണൊന്ന് അങ്ങോട്ടേക്ക് അയച്ചാൽ മതി. ഓക്കെ അല്ലേ? ശരി സാറേ. ഓക്കെ.